കൃത്യമായി സിറിയയുടെ ആയുധ ശേഖരങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേലിന് സാധിക്കുന്നു എങ്കിൽ സിറിയയെ അത്രമേൽ അറിയുന്ന ആരോ അതിനു പിന്നിൽ ഉണ്ട്. എല്ലാ കണ്ണുകളും അസദിലേക്ക് തിരിയുകയാണ്. അസദും ഇസ്രയേൽ ചാരനാണോ എന്ന സംശയം ബലപ്പെടുന്നു. രാജ്യത്തിന്റെ അധികാരം വിമത സൈന്യം പിടിച്ചെടുത്തതോടെ നാടുവിട്ട മുൻ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് സൈനിക രഹസ്യങ്ങൾ ഇസ്രായേലിന് കൈമാറിയതായി ആരോപണം. ആയുധ ശേഖരങ്ങളുടെയും അവ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെയും അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ചോർത്തി നൽകിയാണ് പ്രസിഡന്റ് രാജ്യം വിട്ടത് എന്ന് തുർക്കി ദിനപത്രമായ ഹൂറിയത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യം വിടുന്നതിനിടെ ഇസ്രായേൽ തന്നെ ആക്രമിക്കരുത് എന്ന ഉറപ്പ് ലഭിക്കാനായാണ് ആയുധങ്ങളുള്ള സ്ഥലങ്ങൾ ചോർത്തി കൊടുത്തത് എന്നാണ് ഹൂറിയത്ത് പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത്. അസദ് രാജ്യം വിട്ടതിന് പിന്നാലെ ഈ മാസം 8-ാം തീയതി മുതൽ ഇസ്രായേൽ തുടർച്ചയായി സിറിയൻ സൈനിക പോസ്റ്റുകളെയും നാവിക ആയുധ ശേഖരങ്ങളെയും നിരന്തരം ആക്രമിക്കുകയാണ്. ഇതോടെ സംശയം ബലപ്പെടുകയാണ് എന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു വ്യക്തി പറഞ്ഞതായാണ് ഹുറിയത്തിന്റെ രാഷ്ട്രീയ നിരൂപകനായ അബ്ദുൽ ഖാദർ സെൽവി പറഞ്ഞിരിക്കുന്നത്. സിറിയൻ ഭരണകൂടത്തിന്റെ ആയുധങ്ങൾ വിമതരുടെ കൈവശം എത്തിച്ചേരരുത്, അതിനുവേണ്ടിയാണ് ആക്രമണം എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത്. ബഷർ നാടുവിട്ടതിന് പിന്നാലെ 48 മണിക്കൂറിനിടെ 400-ലേറെ ആക്രമണങ്ങളാണ് സിറിയയിൽ നടന്നത്. കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, വിമാനവേധ മിസൈലുകൾ, 15 നാവികസേനാ കപ്പലുകൾ എന്നിവ തകർത്തു എന്നാണ് IDF അവകാശപ്പെട്ടത്. സിറിയയിൽ ആക്രമണം നടത്തുന്ന വീഡിയോയും ഇവർ പങ്കുവച്ചിരുന്നു. UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സും വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ടാർട്ടസിലെ ആയുധ താവളത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ചൂണ്ടിക്കാട്ടി. ഇക്കഴിഞ്ഞ നവംബർ 27-നായിരുന്നു വിമതർ അസദ് ഭരണകൂടത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തിയത്. സിറിയൻ ഭരണകൂടത്തിന്റെ ആയുധങ്ങൾ വിമതരുടെ കൈവശം എത്തിച്ചേരാതിരിക്കാനാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം. ബഷർ നാടുവിട്ട് 48 മണിക്കൂറിനിടെ 400-ലേറെ ആക്രമണങ്ങളാണ് സിറിയയിൽ നടന്നത്. കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, വിമാനവേധ മിസൈലുകൾ, 15 നാവികസേനാ കപ്പലുകൾ എന്നിവ ആക്രമണത്തിൽ തകർത്തിരുന്നു. കൂടാതെ സിറിയയിൽ ആക്രമണം നടത്തുന്ന വീഡിയോയും ഇവർ പങ്കുവച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സിറിയയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ സിറിയ കുലുങ്ങി. റിച്ചർ സ്കെയിലിൽ 3 ഈ ഭൂമികുലുക്കം രേഖപ്പെടുത്തിയത്. അതായത് ബോംബാക്രമണത്തിന്റെ ശക്തി മൂലം സിറിയയിൽ ചെറിയ തോതിൽ ഭൂമികുലുക്കം വരെ അനുഭവപ്പെട്ടു. എല്ലാ അപകടത്തോടും കൂടിയാണ്, എല്ലാ ഭീകരതയോടും കൂടിയാണ് ഇസ്രായേൽ സിറിയയുടെ ആയുധ ശേഖരം തകർത്തത്. ഈ ആയുധ ശേഖരമാണ് നേരത്തെ ലെബനനിലെ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇറാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇറാൻ ഊട്ടി വളർത്തുന്ന തീവ്രവാദ സംഘങ്ങൾക്ക് ആയുധങ്ങൾ ലഭിച്ചിരുന്നത്. ഇനി സിറിയ വഴി ഹിസ്ബുള്ളയ്ക്ക് ആയുധം കിട്ടരുത് എന്നും ഇറാന്റെ മധ്യേഷ്യയിലെ തീവ്രവാദ ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയായ സിറിയയെ തകർക്കുക വഴി ഇറാന്റെ നട്ടെല്ലൊടിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി. ഹയാത്ത് തെഹ്രീർ അൽ ഷാം എന്ന HTS സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് പിടിക്കും എന്ന് ഉറപ്പായതിന് പിന്നാലെയാണ് ഇസ്രായേൽ സേന അതിർത്തിയിൽ നിർണായക നീക്കം തുടങ്ങിയത്. ആദ്യം നടത്തിയത് സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു. 1973-ലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ സിറിയയ്ക്കുള്ളിൽ സ്ഥാപിച്ചതാണ് ഈ ബഫർ സോൺ. നിർണായകമായ ഗോലാൻ കുന്നുകളിലാണ് ഈ പ്രദേശമുള്ളത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരസ്യ ആഹ്വാനത്തിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ സേനയുടെ ഈ നീക്കം. സിറിയൻ സേനയുടെ പോസ്റ്റുകൾ കൈയടക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ സുരക്ഷ നോക്കേണ്ടതുണ്ട് എന്നായിരുന്നു നെതന്യാഹു നൽകിയ ന്യായീകരണം. അവിടെ സ്ഥിരമായി തങ്ങില്ല എന്നും താൽക്കാലിക നീക്കമാണ് എന്നുമാണ് നെതന്യാഹു നൽകിയ വിശദീകരണം. പിന്നാലെയായിരുന്നു അസദിന്റെ സിറിയൻ സേനയുടെ ആയുധപ്പുരകൾ ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ ആക്രമണം നടന്നത്. ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ളവ വിമതരുടെ കയ്യിൽ എത്താതിരിക്കാനാണ് ഇത് ചെയ്തത് എന്നായിരുന്നു ഇസ്രായേൽ വിശദീകരണം. ഇതിന്റെ പേരിൽ സിറിയയിൽ ഇസ്രായേൽ നടത്തിയതാകട്ടെ വ്യാപക വ്യോമാക്രമണവും. സിറിയൻ സേന ഉപേക്ഷിച്ചു പോയ നിർണായക ആയുധശാലകൾ തകർക്കുകയും 800-ഓളം മിസൈലുകൾ പ്രയോഗിച്ചു എന്നുമായിരുന്നു റിപ്പോർട്ടിൽ. ഇസ്രായേലിന്റെ ഈ കടന്നുകയറ്റത്തെയും ആക്രമണത്തെയും രൂക്ഷമായ ഭാഷയിലാണ് സൗദി അറേബ്യയും UAEയും ജോർദാനും വിമർശിച്ചത്. ഇസ്രായേലിന്റെ കൈയേറ്റത്തെ HTS തലവൻ അബു മുഹമ്മദ് അൽ ജുലാനിയും അപലപിച്ചു. ഇസ്രായേലിന്റെ ഇടപെടൽ അതിരുകടന്നുവെന്നും ഇത് രാജ്യത്തിന് ഭീഷണിയാകുന്നു എന്നും ജുലാനി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇസ്രായേലുമായി ഒരു സംഘർഷത്തിന് ആഗ്രഹിക്കുന്നില്ല. അത് നാശത്തിലേക്ക് നയിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ശ്രദ്ധ യുദ്ധങ്ങളാൽ ശിഥിലമായ സിറിയയുടെ പുനർനിർമ്മാണമാണ് എന്നും ജുലാനി പറഞ്ഞിരുന്നു. അമേരിക്കയുടെ ഇസ്രായേലിനോട് ഇനിയൊരു ഏറ്റുമുട്ടലിന് താനില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്തു ജുലാനി. എന്നാൽ വടക്ക് കിഴക്കൻ സിറിയയിൽ കുർദുകൾ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ തന്നെയാണ് HTS തീരുമാനം. കുർദുകളുടെ പിന്തുണയുള്ള സിറിയൻ ഡിഫൻസ് ഫോഴ്സും തുർക്കി പിന്തുണയ്ക്കുന്ന സിറിയൻ നാഷണൽ ഫോഴ്സും തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടൽ ഇപ്പോഴും നടക്കുന്നത്. നിർണായക പ്രദേശങ്ങളുടെ അധികാരം ഉറപ്പാക്കാൻ വേണ്ടിയാണ് പോരാട്ടം. വർഷങ്ങളായി ആഭ്യന്തര യുദ്ധം നടന്ന സിറിയയിൽ അസദിനെതിരായ സൈനിക നീക്കത്തിൽ ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു. എന്നാൽ അസദ് വീണതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. സിറിയൻ അതിർത്തിയിൽ കുർദിഷ് സാന്നിധ്യം അംഗീകരിക്കില്ല എന്ന കർശന നിലപാടെടുത്തിരിക്കുകയാണ് തുർക്കി സർക്കാർ. തുർക്കി സംഘത്തെ പിന്തുണച്ച് HTSഉം രംഗത്തുണ്ട്. ഇതോടെയാണ് കുർദിഷ് കളുടെ സ്വാതന്ത്ര്യ പോരാട്ടം തീവ്രമായത്. ഡിസംബർ 4 മുതൽ ഇതുവരെ ഒരുപാട് പേരാണ് കുർദുകളുടെ ഭാഗത്ത് കൊല്ലപ്പെട്ടത്. സിറിയ ഇറാഖ് മേഖലയിലുള്ള കുർദുകളെ തുടച്ചു നീക്കും എന്ന് തന്നെയാണ് തുർക്കി പിന്തുണയുള്ള SNA സംഘത്തിന്റെ പ്രതിജ്ഞ. അതുകൊണ്ട് തന്നെ സംഘർഷം ഇനിയും രൂക്ഷമാകും എന്ന് തന്നെയാണ് സൂചന. ന്യൂസ് ഡെസ്ക് കർമാൻസ്.